നമസ്കാരം. നമുക്കിപ്പോൾ ഇ-വി കാറുകൾ കൂടുതലായിട്ട് ഇറങ്ങുന്ന ടൈമാണല്ലോ. അപ്പോൾ ഒരു ഇലക്ട്രിക് കാറ് വാങ്ങിക്കുന്നതിന് മുമ്പ് നമുക്കെല്ലാവർക്കും ഭയങ്കര സംശയമുണ്ടാവും. ഇതെങ്ങനെയുണ്ട്? ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗുണമുണ്ടാകുമോ? അല്ലെങ്കിൽ ഇതിന് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നമുക്കിത് ഒരു 2 വർഷമായിട്ട് ടിയാഗോ ഇ-വി ഉപയോഗിക്കുന്ന നമ്മുടെ ഒരു മാഷെ പരിചയപ്പെടാൻ പോയാലോ? നമുക്കൊന്ന് മാഷിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വരാം. ചെറുപുഴയിലാണ് മാഷ്, സെൻറ് മേരീസ് സ്കൂളിലെ മാഷാണ്. പരിയാരത്താണ് മാഷിൻ്റെ വീടുള്ളത്. ഇപ്പം നമ്മൾ പോകുന്നത് നേരെ ചെറുപുഴയ്ക്കാണ്. വാ. നമസ്കാരം. ഇത് നമ്മുടെ സന്തോഷ് മാഷാണ്. മാഷ് 2023 നമ്മുടെ ടിയാഗോ ഇ-വി ഫസ്റ്റ് വന്നപ്പോൾ എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ചെറുപുഴ ആദ്യമായിട്ട് ടിയാഗോ ഇ-വി ചെറുപുഴ KVR ഡെലിവറി കൊടുത്തത് സന്തോഷ് മാഷിനാണെന്ന് തോന്നുന്നു. ഏതാണ്ട് 2 വർഷമാകാൻ പോകും. എങ്ങനെയുണ്ട് മാഷിന്റെ മൊത്തത്തിലുള്ള ഒരു അഭിപ്രായം, എക്സ്പീരിയൻസ്? മൊത്തം നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് അതിൽ ഡേറ്റ് ഓൾറെഡി വെച്ചിട്ടുണ്ട് 27/2/2023. അത് രജിസ്ട്രേഷൻ കഴിഞ്ഞ സമയമാണ്. മാർച്ച് 1 തീയതിയാണ് എനിക്ക് വണ്ടി കിട്ടുക. അപ്പോൾ ആദ്യം ടാറ്റക്കാർ ഈ ഒരു ഇ-വി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഞാൻ ഓൾറെഡി ഹുണ്ടായി വെന്യൂ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിനുമുമ്പ് ഇരട്ടിയായിരുന്നു. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു ദിവസം ഞാൻ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഒരു 70 കിലോമീറ്റർ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് ഒരു മാസം എണ്ണച്ചെലവ് എന്ന് പറഞ്ഞാൽ ഡീസൽ വണ്ടിയാണ്, ഹുണ്ടായി വെന്യൂ ഡീസലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു 10,000-12,000 രൂപ ഏകദേശം എനിക്ക് ഒരു മാസം ചിലവ് വരുന്നുണ്ട്. അപ്പം അപ്പോഴാണ് ഈ പറഞ്ഞ ടാറ്റ ഈ സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം ഓൾറെഡി നെക്സോണൊക്കെ ഉണ്ടെങ്കിലും അത് നമുക്ക് താങ്ങാൻ കഴിയുന്നൊരപ്പുറമായിരുന്നു റേറ്റ്. അപ്പോഴാണ് 10,000 താഴെയുടെ ഒരു വണ്ടി വന്നത്. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് KVR ടാറ്റ ആളെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു എങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു തന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം പറഞ്ഞു തന്നു, എനിക്ക് വണ്ടി ഒന്ന് കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ആയിക്കോട്ടെ. ഞാൻ ആദ്യം ബുക്ക് ചെയ്ത് MR മിഡിൽ റേഞ്ചാണ് ആദ്യം ഞാൻ ബുക്ക് ചെയ്തത്. കാരണം എനിക്ക് 70 കിലോമീറ്റർ മാത്രം ഓടിയാൽ മതിയല്ലോ, കൂടുതൽ ഓടേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് മറ്റേ വണ്ടി ഉണ്ട്, ഏതായാലും മറ്റേ വണ്ടി ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലാത്തതിനാൽ ഞാൻ അതാണ് പ്രിഫർ ചെയ്തത്. പക്ഷേ അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, മാഷെ ഏതായാലും നിങ്ങൾ ബുക്ക് ചെയ്തല്ലേ, ഒരു 1,00,000 രൂപയുടെ കേസ് കെട്ടേ ഉള്ളൂ, ഒരു കാര്യം ചെയ്യും എല്ലാവരും എടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ലാസ്റ്റ് ഞാൻ എല്ലാവരും എടുക്കുന്നത്. അങ്ങനെയാണ് വണ്ടി എടുത്തത്. വണ്ടി എടുത്തു കഴിഞ്ഞപ്പം ഓടിച്ചെല്ലാം നോക്കിക്കഴിഞ്ഞപ്പോൾ ഏകദേശം 1.25 വർഷമായി. ഞാൻ പറഞ്ഞതുപോലെ ഡേറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൈലേജ് എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത്ര മൈലേജ് കിട്ടുകയില്ല. 315 പറയുന്നത്. എനിക്ക് മാക്സിമം ഒരു 260-270 ഏകദേശം കിട്ടുന്നുണ്ട്. ഏത് വിത്തൗട്ട് AC ആണെങ്കിൽ അല്ല 20 കിലോമീറ്റർ കുറച്ചാൽ മതി. 270 കുറച്ച് 250 കിട്ടും. 250 കിട്ടുന്നുണ്ട്. ഓക്കെ സാർ. അപ്പോൾ ഇതിന്റെ ചാർജിങ്ങും കാര്യങ്ങളും അല്ലെങ്കിൽ അതിന്റെ കോസ്റ്റ് എങ്ങനെയാണ് വരുന്നത്? അത് ചാർജിങ്ങിന്റെ കേസായിട്ട് എനിക്ക് പറയാൻ പറ്റൂല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വണ്ടി എടുത്ത സമയത്ത് തന്നെ ഞാൻ എന്ത് ചെയ്തു, സോളാർ ഇൻസ്റ്റാൾ ചെയ്തു. വീട്ടിൽ 3 കിലോവാട്ടിന്റെ സോളാർ ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ സോളാർ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഒരു ചാർജിൽ എത്ര പൈസ മുടക്കാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ച് ഞാൻ നോക്കിയിട്ടില്ല. ഇപ്പൊ സാറിന് എത്ര വീട്ടിൽ ഈ കറണ്ട് ഇത് ചാർജ് ചെയ്യുന്നത് കൂടി കറണ്ട് ചാർജ് എത്ര? കറണ്ടില്ല കൂടി 600 രൂപ വരുന്നുള്ളൂ. 500 600 ആ റേഞ്ചിലേ വരുന്നുള്ളൂ. അപ്പം ഞാൻ വിചാരിക്കുന്നത് AC ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, മോട്ടറുണ്ട്, ഇതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ വണ്ടിയും ചാർജ് ചെയ്യുന്നുണ്ട്. 2 ദിവസത്തിൽ 2 ദിവസം ഓടും, അന്ന് വൈകുന്നേരം ചാർജ് ചെയ്യും. അങ്ങനെയാണ് ചാർജിങ് സെറ്റപ്പ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാറിന് ഇപ്പൊ ഈ ഒരു വണ്ടി ഉപയോഗിക്കുന്നതുകൊണ്ട് പെട്രോൾ ചെലവ് എന്നല്ല, വണ്ടി ഓടിക്കുന്നതിന് ചെലവേ വരുന്നില്ല. ഇല്ല, അതായത് എനിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ലോൺ എടുത്തിട്ടാണ് വണ്ടി മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 12,000 രൂപ എനിക്ക് അടയ്ക്കണം. അത് ഇതിൻ്റെ അകത്ത് ഓടിച്ച് കിട്ടുന്നുണ്ട്. കാരണം മറ്റേ ഞാൻ 12,000 രൂപയാണ് അടച്ചോണ്ടിരുന്നത്. ഏത് ഹുണ്ടായി വെന്യൂ ഉപയോഗിച്ച സമയത്ത് 12,000 രൂപയാണ് ഞാൻ എണ്ണ അടിച്ചിരുന്നത്. ആ പൈസ എടുത്തിട്ട് ഞാൻ ചെയ്തു ഇതിലേക്ക് അടയ്ക്കുന്നു. അപ്പൊ ശരിക്കും ചെലവോ കാര്യങ്ങളോ ഒന്നും ഇത് ടോട്ടൽ ഫ്രീ ആയിട്ട് പറ്റുന്നുണ്ട്. പിന്നെ എങ്ങനെ ഇതിന്റെ സർവീസും കാര്യങ്ങളും? സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണ ഇതിൽ 7,500, 15,000, പിന്നെ 22,500 അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ എനിക്ക് ഇപ്പൊ 34,000 കിലോമീറ്റർ ആയി, 34,500 സംതിങ് ആയി. അപ്പൊ ഇനിയിപ്പോൾ ഉള്ളത് 37,500 സർവീസ് വരേണ്ടത്. സർവീസ് കോസ്റ്റും കുറവാണ്. വേറെ സാറിന് വണ്ടി എടുത്തതുമായി ബന്ധപ്പെട്ട് അതിനിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ എന്ന് പറയാന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം മാത്രം മറ്റേ ആ സംഭവം ലിംബ് മോഡ് ഓണായിരുന്നു. ലിംബ് മോഡായിട്ട് മറ്റേ ക്രിട്ടിക്കൽ ഒരു സംഭവമില്ലേ, ആ സംഭവം വന്നിരുന്നു. അപ്പോൾ എനിക്ക് ഓൾറെഡി ഇപ്പോൾ ടിയാഗോയുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്.
അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇൻഫർമേഷനുകൾ വരും, ഓരോ സംഭവങ്ങൾ വരും. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫാക്കിയിട്ട് ഓണാക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഓഫാക്കി ഒരു 5-10 മിനിറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഓണാക്കി കഴിഞ്ഞപ്പോൾ ആ സംഭവം വന്നിട്ടില്ല. പിന്നെ ഇതുവരെയായിട്ടും അങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ചെറിയൊരു വിഷയം വന്നിട്ടുണ്ടെങ്കിൽ ഈ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടയ്ക്ക് വർക്ക് ചെയ്യാത്തൊരു അവസ്ഥ വരുന്നുണ്ട്. അപ്പം ഈ സർവീസ് സെന്ററിൽ ഒരു വിഷയമുണ്ട്. എന്നാ മറിച്ചോ, എനിക്ക് അതിൻ്റെ ഒരു സജഷനാണ്. അതായത് പയ്യന്നൂർ സർവീസ് സെന്ററിലാണ് ഞാൻ കൊടുക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ടിയാഗോ EV സർവീസ് ചെയ്യാനുള്ള ഒരു സർവീസ് മാൻ അവിടെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതിപ്പോ നമുക്ക് കണ്ണൂർ ജില്ലയിൽ തന്നെ ടിയാഗോയുടെ EV സ്റ്റോർ ഒന്ന് കണ്ണൂർ തോട്ടട താഴെ ചൊവ്വ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ EVയുടേത് മാത്രമായിട്ട് ഒരു സർവീസ് സെന്റർ വന്നിട്ടുണ്ട്. അപ്പോൾ സർവീസും സെയിൽസും ഒക്കെ ആയിട്ട് നല്ലൊരു EV സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ടാറ്റയുടെ എനിക്ക് തോന്നുന്നു കേരളത്തിലത്തെ 4ാമത്തേതും സൗത്ത് ഇന്ത്യയിലെ ഫസ്റ്റ് സർവീസ് സെന്റർ ആണ് തോട്ടട വന്നിട്ടുണ്ട്. അതോടുകൂടി സാറിന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അത് ചെയ്യാൻ പറ്റുന്നതാണ് തോന്നുന്നത്. അതെ, കാരണം ഇതിന്റെ എന്ന് പറഞ്ഞാൽ സർവീസ് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ സർവീസ് സെന്ററിൽ തന്നെ നമ്മൾ കൊണ്ടുപോകണം. കാഞ്ഞങ്ങാട് അങ്ങോട്ടുണ്ടോ? കാസർഗോഡ് സർവീസ് സെന്റർ ഉണ്ട്, പക്ഷേ അത് EVയുടേത് മാത്രമല്ല. EVയുടെ ഒരു സർവീസ് സെന്റർ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് വന്നിരിക്കുന്നത് കണ്ണൂര് വന്നിട്ടുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ ഞാനത് 2 പ്രാവശ്യം ഈ പറഞ്ഞ സംഭവം കൊടുത്തിരുന്നു. അപ്പൊ അവര് നോക്കിയിട്ട് പറഞ്ഞു നോട്ട് കംപ്ലൈന്റ് കണ്ടുപിടിക്കാൻ പറ്റിയതാണ് പറയുന്നത്. മറ്റു മൊത്തത്തിലെടുക്കുന്ന സമയത്ത് മാഷിന് വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വേറെ ഇഷ്യൂ കാര്യങ്ങളോ അങ്ങനെയല്ല, ഒന്നുമില്ല. ഒരു പ്രശ്നങ്ങളും ഇതുവരായിട്ടില്ല. അപ്പൊ ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും ഫ്രീ ആയിട്ടാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. നോർമലി പറഞ്ഞാൽ ഫ്രീ ആയിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ചെലവോ കാര്യങ്ങളോ ഒന്നും ഒന്നുമില്ല. അപ്പൊ ഒരു 70 കിലോമീറ്റർ 80 കിലോമീറ്റർ ഓടുന്ന ഒരാൾക്ക് സാർ ഈ വണ്ടി സജസ്റ്റ് ചെയ്യും? അതെ. EV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തില് മിനിമം ഒരു 50 കിലോമീറ്റർ ഓടണം. എന്നാലേ ഇതുകൊണ്ടൊരു ബെനിഫിറ്റ് നോർമലി കിട്ടാൻ സാധ്യതയുള്ളൂ. കാരണം നമ്മൾ ടിയാഗോ EVയും മറ്റേ പെട്രോളും കൊണ്ട് തമ്മിലുള്ള ഏകദേശം 1 ലക്ഷം 1.5 ലക്ഷം വ്യത്യാസം ഉണ്ടല്ലോ, നോർമലി ഉണ്ടല്ലോ. അപ്പം ഈ കിലോമീറ്റർ ഓടുന്നതിനനുസരിച്ച് നമുക്ക് ബെനിഫിറ്റ് കൂടുന്നുണ്ട്. അപ്പോൾ 100 കിലോമീറ്റർ കൂടുവാണെങ്കിൽ നമ്മൾ ആ കോസ്റ്റ് കണക്കാക്കിക്കും. പെട്രോൾ അടിക്കുന്ന കോസ്റ്റ്, അതേപോലെ മെയിൻ്റനൻസ് കോസ്റ്റും കൂടെ കൂട്ടിയിട്ട് ഇതും കൂടെ കൂട്ടി വയ്ക്കുമോ, നല്ല ഡിഫറൻറ്റ് വരും. EV ആണ് ലാഭം. ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ 1.25 വർഷം ഉപയോഗിച്ചില്ലേ. അപ്പം ഞാൻ വെറുതെ ഇരുന്ന സമയത്ത് ഞാൻ വെറുതെ ഒന്ന് കണക്കൂട്ടി നോക്കി, ഇത്ര ലിറ്റർ പെട്രോൾ ഇതിന് വേണം, ഈ 1.5 വർഷം ഇപ്പോൾ 34,000 കിലോമീറ്റർ ഓടി. അപ്പോൾ എത്ര പൈസ. അപ്പോൾ എൻ്റെ ഒരു നിഗമനത്തിൽ ഇപ്പോൾ ഞാൻ ഒരു 2 ലക്ഷം രൂപ ലാഭമാണ്. ഏതാണ്ട് മറ്റേ അടവും കഴിഞ്ഞിട്ട് 2 ലക്ഷം വന്നിട്ടുണ്ടാവും. അല്ല, അതില്ല, മറ്റേ നമ്മുടെ പെട്രോളിന്റെ കേസിൽ മാത്രം 2 ലക്ഷം 2 ലക്ഷം രൂപ ഏകദേശം ലാഭിച്ചിട്ടുണ്ട്. ചെറിയൊരു മനക്കണക്കൂട്ടലാണ്, കൃത്യമായിട്ടുള്ള കണക്കൂട്ടല്ല. എന്നാലും വരുമ്പം, കാരണം 12,000 രൂപ വെച്ച് മാസം ഞാൻ മറ്റേ എണ്ണ അടിക്കുന്നുണ്ടായിരുന്നല്ലോ, ആ പൈസ എനിക്ക് ഫ്രീ അല്ലേ. അതേപോലെ തന്നെ ചാർജ് ചെയ്യുന്ന എനിക്ക് ഫ്രീ അല്ലേ. അപ്പൊ ആ പൈസ എന്ത് ചെയ്യാം, ഈ ഇൻവെസ്റ്റിലേക്ക് ഇടാം. അപ്പൊ അങ്ങനെ ഒരു 5 വർഷം കഴിയുമ്പോൾ എത്രയായി, മുടക്കുമുതൽ കിട്ടിയോ? മുടക്കുമുതൽ. അപ്പൊ ഒരു 5 വർഷം ഉപയോഗിക്കുന്ന ഒരാൾക്ക് നന്നായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വണ്ടി ഫ്രീ ഓഫ് കോസ്റ്റിൽ കിട്ടും. അതായത് ഈ പറഞ്ഞ പോലെ വരണം. 70-80 കിലോമീറ്റർ ഓടണം. ഇപ്പൊ 20 കിലോമീറ്റർ പക്ഷെ വേറെ ഉണ്ട്, ടൗണിൽ ഓടിക്കാൻ സുഖം. ഞാനൊരു പ്രാവശ്യം ഇതുപോലെ തന്നെ ട്രാഫിക്കിൽ പെട്ട് കഴിഞ്ഞ സമയത്ത് ഇപ്പൊ നമ്മള് സിഗ്നൽ ഉണ്ടല്ലോ, അപ്പൊ സിഗ്നൽ നിന്നു, അതിനുശേഷം പച്ച വന്ന സമയത്ത് നമ്മുടെ വണ്ടി ആദ്യം പോകുന്നത്. മറ്റവന്മാരെ ഗിയറെല്ലാം തട്ടിപ്പറക്കി വരണ്ടേ, അപ്പത്തേക്കും ഇവനങ്ങോട്ട് പോയി ചവിട്ടുമ്പോഴേ കയറി പോകുമല്ലോ. അങ്ങനെ ഒരു ഗുണമാണുള്ളത്. അപ്പൊ അങ്ങനെ 1-2 നല്ല ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ ഓടിക്കാൻ സുഖമാണ്. ഈ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ മറ്റേ വണ്ടി ഓടിക്കാൻ നമുക്ക് ചെറിയൊരു, കാരണം ഒരു കൈ അതേപോലെ ഒരു കാല് ഇതെല്ലാം ഫ്രീ അല്ലേ. ഓട്ടോമാറ്റിക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മാനുവലിലേക്ക് പോകാനേ ബുദ്ധിമുട്ടാണ്. ഓട്ടോമാറ്റിക് എന്നല്ല, ഈ ഓട്ടോമാറ്റിക്കായിട്ട് വ്യത്യാസം ഉണ്ടല്ലോ. ആ വ്യത്യാസം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളെ മറ്റേ ഈ പറയുന്ന ഏതാണ് നമ്മുടെ മറ്റേ എറണാകുളത്തെ മറ്റേ നമ്മുടെ വണ്ടർലയിലെ മറ്റേ ഇലക്ട്രിക് കാറില്ലേ, അതൊക്കെ ഓടിക്കുന്ന ഒരു ലാഘവമാണ്. മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ സാർ ഈ വണ്ടിയിൽ 100% പിന്നെ ചോദിക്കാനുണ്ടോ, കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളിയാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അതുകൊണ്ട് ഇപ്പൊ മറ്റേ വണ്ടിയുടെ ഓട്ടം തീരെ വരുന്നില്ല. പിന്നെ വേറെ ചെറിയ ലോങ് പോകാനുള്ള എനിക്കൊരു ചെറിയൊരു വിഷമം ഉണ്ട്. ലോങ് പോകാൻ ഞാൻ അങ്ങനെ പോയിട്ടില്ല. കൂടി വന്നാൽ ജസ്റ്റ് ഇരിട്ടി അങ്ങോട്ട് കൊട്ടിയൂരൊക്കെ പോയിട്ടുള്ളൂ. അപ്പൊ ഇരിട്ടി ചാർജിങ് സ്റ്റേഷൻ ഉള്ളതുകൊണ്ട് അവിടെ ചെന്ന് ചെയ്ത് പോകുന്നത്. അങ്ങ് എറണാകുളത്തേക്കൊക്കെ പോകുമ്പോൾ ഇതിന്റെ EVയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്ലാന് ചെയ്യുമ്പോൾ, ഒരു ടൂർ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അത് നോർമൽ വണ്ടി ഓടിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി സമയം നീട്ടിയെടുക്കണം. ഒരു സ്ഥലത്ത് നിന്ന് 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് ചാർജ് ചെയ്യാനുള്ള ഒരു സംവിധാനം നോക്കണം. അപ്പൊ അതിന്റെ വേറെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇരിട്ടി ഞാൻ ചെന്ന സമയത്ത് എന്ത് ചെയ്തു, ഞാൻ ചെല്ലുന്ന സമയത്ത് വേറൊരു ചാർജ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എത്ര സമയം ചെയ്തു, 1/2-3/4 മണിക്കൂറോടെ എന്ത് ചെയ്തു, ഒരു ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വന്നില്ലേ. അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു വിഷയം മാത്രമേ ഉള്ളൂ. അതിപ്പോ കൂടുതൽ സർവീസ് ചാർജിങ് പോയിന്റുകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്നാൽ ഈ പറഞ്ഞ അങ്ങോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ചാർജിങ് പോകാം. നമുക്ക് കണ്ണൂർ കാസർഗോഡൊക്കെ പോയാൽ ഇഷ്ടം പോലെ ചാർജിങ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് അത് പ്രശ്നമില്ല. അങ്ങനെ അതുകൊണ്ട് ഞാൻ ലോങ് അങ്ങനെ പോയിട്ടില്ല.
ലോങ് പോകാതെ തന്നെ ഞാൻ 34,000 കിലോമീറ്റർ ഓടി. 34,000 കിലോമീറ്റർ. അപ്പൊ ഇപ്പൊ ഡെയിലി പരിയാരത്തു നിന്നാണ് വരുന്നത്. പരിയാരം ഒരു 70 ഞാൻ കിലോമീറ്റർ താമസിക്കുന്നത് പരിയാരം മെഡിക്കൽ കോളേജിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 33 കിലോമീറ്റർ, പിന്നെ അങ്ങോട്ട് 31, അപ്പോൾ 66 കിലോമീറ്റർ. പിന്നെ അല്ലറ ചെറിയ ഓട്ടം ഉണ്ടാവില്ല. അങ്ങനെ മൊത്തം 70 കിലോമീറ്ററാണ് കൂടുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 70 കിലോമീറ്ററോടെ ഒരു പൈസ പോലും ചെലവില്ല. നിലവിൽ പറഞ്ഞു കഴിഞ്ഞാൽ. ചെലവില്ല. അത് സോളാർ കൂടി ചെയ്യുന്നതാണ് ബെറ്റർ. സോളാർ കൂടി ചെയ്യണം. ഇല്ലെങ്കിൽ പിന്നെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് കൃത്യമായിട്ട് കണക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, സോളാർ കൂടി ഉള്ളത് കൊണ്ട് സീറോ ആണ് ശരിക്കും പറഞ്ഞു സീറോ കഴിഞ്ഞാൽ. ആണ് ശരിക്കും പറഞ്ഞത്. നോർമലി പുറത്ത് പോയിട്ട് ചെയ്തിട്ടുണ്ടോ ഇതുവരെ? ചെയ്തിട്ടുണ്ട്. അപ്പോഴെത്ര ചെലവ്? ഞാൻ പറഞ്ഞ പോയി ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇരട്ടിയിൽ ഇവോക്ക് എന്ന് പറഞ്ഞാൽ അതിനാ ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു യൂണിറ്റിന് 21 രൂപ. 21 രൂപ. അപ്പോൾ അവരുടെ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ 18 രൂപയ്ക്ക് കിട്ടും. പക്ഷെ ഞാൻ എപ്പോഴും പോകുന്നില്ലാത്തപ്പോൾ ഞാൻ മെമ്പർഷിപ്പ് എടുത്തില്ല. അപ്പോഴൊരു 500 രൂപ. അത്രയും. അല്ല, ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ വെന്യൂ കൊണ്ട് വീട്ടിൽ പോകണം. എൻ്റെ വീട് കേരളത്താണ്. അപ്പം ഞാൻ പോയിട്ട് വരണമെങ്കിൽ എനിക്ക് 1,500 രൂപ വേണം. ആ സമയം ഇതുകൊണ്ട് പോവുകയാണെങ്കിൽ ഒരു 300 രൂപയ്ക്ക് 400 രൂപയ്ക്ക് ഇതിനിടയ്ക്ക് പോയിട്ട് വരാം. അപ്പോഴും ലാഭമാണ്. അപ്പോൾ ലാഭമാണ്. അതാണ് പ്രത്യേകം. അപ്പൊ സർവീസുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലോ ഒക്കെ ആ സർവീസ് അവർ നല്ല ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് ചെയ്ത് തരുന്നുണ്ട്. പ്രശ്നങ്ങളൊന്നും ഒരു നമ്മൾ പറയുന്നതെല്ലാം അവർ ചെയ്തുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ ഈ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. അതായത് ചിലപ്പം EVയുടെ പ്രശ്നം, അതായത് അതിൻ്റെ ടെക്നീഷ്യൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അങ്ങനെ വിഷയം വരും. അപ്പോൾ അതാണ് പ്രധാനമായിട്ട് EVയെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ സാർ, ഞാൻ ഒന്ന് സാറിന്റെ അഭിപ്രായം, അതായത് നമ്മളൊരു സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരാളുടെ അഭിപ്രായം എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് സാറിനെ ഒന്ന് കോൺടാക്ട് ചെയ്തത്. എന്തായാലും സാറിന്റെ ആ ഒരു നല്ല അഭിപ്രായത്തിന് വന്നു. താങ്ക് യു. താങ്ക് യു. Tata.tv